നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ റേഡിയേറ്റർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് റേഡിയേറ്റർ ഫാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഫുഡ് ട്രാവൽ അൺബോക്സിങ് എക്സെട്രയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ടാറ്റ ടിയാഗോ റേഡിയേറ്റർ ഫുൾ ടൈം വർക്കായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഓയിൽ, കൂളൻ്റ് എല്ലാം ഉണ്ട്. കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ, O2 സെൻസർ എല്ലാം ഓക്കെയാണ്. വണ്ടി 500 മീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോൾ വരെ ഹീറ്റ് വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നു, പിന്നെ പോകും. എന്താണ് കാരണം? പ്ലീസ് റിപ്ലൈ. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിച്ചു നോക്കി, സോൾവ് ആയില്ല പ്രോബ്ലം. ഓക്കെ, നല്ലൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് ചോദിക്കാനുള്ള 2-3 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ചെയ്തതെന്നുള്ളത്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഷോറൂമിൽ കൊണ്ട് കാണിച്ച് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയോ? രണ്ടാമത്തെ കാര്യം, ഈ ഓവർ ഹീറ്റ് ലൈറ്റ് കാണിക്കുന്ന സമയത്ത് AC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ AC വർക്ക് ചെയ്യുന്നുണ്ടോ അതോ AC കട്ട് ഓഫ് ആയോ എന്നുള്ള കാര്യം കൺഫേം ആക്കുക. ഇൻ കേസ് AC കട്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ് കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് ആകും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്റർ, ഈ ലൈറ്റ് എല്ലാം കാണിക്കുന്ന ക്ലസ്റ്റർ മീറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പോലും ഉറപ്പായിട്ടും അതിനകത്ത് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ബ്ലിങ്ക് ചെയ്ത് പോകുമായിരിക്കും, നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. ക്ലസ്റ്റർ മീറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞൊരു കാര്യം, അതായത് വാഹനം ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ AC വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. AC വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് ആണ്. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലെന്താണ് സൊല്യൂഷൻ? O2 സെൻസറും പോട്ടെ, നമുക്ക് O2 സെൻസറുമായിട്ട് ഇത് വലിയ ബന്ധം വരുന്നില്ല. എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ ടെമ്പറേച്ചർ സെൻസർ അല്ലെങ്കിൽ ECT, എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ അറിയുന്ന സെൻസറിന് പ്രശ്നം ഇല്ലെന്നുള്ള കൺഫേം ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൺഫേം ആക്കുക. കാരണം മേളിൽ തുറക്കുന്ന സമയത്തുണ്ട്, പക്ഷേ ഇതിനകത്തുള്ള രീതിക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള പൈപ്പിനകത്ത് കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്നില്ല, അതിനകത്ത് എയർ കയറി സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈറ്റ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്രശ്നമായിരിക്കത്തില്ല. ക്ലസ്റ്റർ മീറ്ററിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറർ കോഡ് കയറി വന്ന് അത് കാണിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളിതാദ്യം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാനുള്ളൊരു കാര്യം ചെയ്തോണം. അതിന് ഷോറൂമിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, അവരുടെ ടീം തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞൊരു എക്സാമ്പിളിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടോ അതോ ക്ലസ്റ്റർ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.